ഹലോ എവരി വൺ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനൊന്നൊരു ചെറിയ സ്റ്റോറി പറയാനാണ് വന്നേക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്മളിപ്പോൾ വിൽക്കൊണ്ടിരിക്കുന്ന വാഗമണിലേക്കാണ്. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ സ്റ്റേക്കേഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഞങ്ങൾ എന്ന് പറയുന്ന ആളുകൾ എവിടുന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. സാധാരണ നമ്മൾ SSLC കഴിഞ്ഞിട്ട് +2 പോകുന്ന സമയത്ത് കൂടുതലും ചേച്ചിമാർ പഠിക്കുന്ന അല്ലെങ്കിൽ ചേട്ടന്മാരൊക്കെ പഠിക്കുന്ന അതേ പാതയിലായിരിക്കുമല്ലോ പോകുന്നത്. അപ്പം ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചേച്ചി പഠിച്ച അതേ സ്കൂളിൽ അതേ കോഴ്സ് പഠിക്കാനാണ് ഞാനും പോയത്. അതായത് ഞാൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ +2 ഞാൻ കൊമേഴ്സാണ് പഠിച്ചത്. ഞാൻ കൊമേഴ്സിന് ചേർന്ന സമയത്ത് അവിടെ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അസാപ്പ് എന്ന് പറയും. ഒരുപാട് പേർക്ക് ഇപ്പോൾ അത് കേട്ടുകേൾവി ഉണ്ടാവും. അങ്ങനെ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് നമുക്കൊരു അവസരം കിട്ടി കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനാണെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ക്യാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സാണ് ചൂസ് ചെയ്തത്. ഒരുപാട് കോഴ്സസ് ഉണ്ട്, ബ്യൂട്ടീഷ്യൻ, വെൽഡിങ്, വയറിങ്, അങ്ങനെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഇതിൽ എനിക്ക് താല്പര്യം തോന്നുന്നത് ക്യാറ്റ് എന്ന് പറഞ്ഞ കോഴ്സായിരുന്നു. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു പ്രിലിമിനറി ടെസ്റ്റ് പോലെ ഒരു മിനി ടെസ്റ്റ് നടത്തും. അപ്പോൾ അതിൽ നമുക്ക് ഏത് കോഴ്സാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ഏകദേശം എക്സാം എഴുതിയതും എല്ലാം എനിക്ക് കിട്ടിയതും എല്ലാം ഈ ക്യാറ്റ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ PTM UP സ്കൂളിൽ, അതായത് പാമ്പാടി അടുത്തുള്ള ഒരു PTM UP സ്കൂളിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ മെയിൻ സെൻറ്റർ വരുന്നത്. അവിടെ വെച്ചാണ് നമുക്ക് ക്ലാസ്സസ് ഒക്കെ കിട്ടുന്നത്. സാറ്റർഡേ സൺഡേസിലായിരിക്കും ക്ലാസ്. അപ്പോൾ തോന്നും അയ്യോ എന്തൊരു മടുപ്പാ, തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ക്ലാസ്സിന് സ്കൂളിൽ പോകണം, അത് കഴിഞ്ഞിട്ട് അസാപ്പിൻ്റെ കോഴ്സ് അല്ലേ. പക്ഷെ ഒരു മടുപ്പും തോന്നിയില്ല കേട്ടോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞാൻ ശനി ഞായർ അവിടെ പോയ സമയത്ത് ആ കോഴ്സ് പഠിക്കാൻ പല സ്കൂളുകളിൽ നിന്ന് വന്ന കുറേ പേരുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേരാണ് ഇന്നിപ്പോൾ നമ്മുടെ കൂടെ. ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ തൊട്ടടുത്തിരുന്ന് പഠിച്ചാൽ പോലും നമ്മളെ പലരും ഇപ്പോൾ ഓർമ്മ പോലും ഇല്ലാത്ത സാഹചര്യത്തിലൂടെ പോകുന്നൊരവസ്ഥയിൽ എനിക്ക് സത്യത്തിൽ അത്ഭുതമാണ് എങ്ങനെയാണ് ഇപ്പോഴും ഈ ഒരു കണക്ഷൻ നിലനിന്ന് പോകുന്നതെന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചി എപ്പോഴും പറയും, നമ്മൾ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പം നന്നായിട്ട് അവരെ ചൂസ് ചെയ്തിട്ട് തന്നെ വേണം അതായത് സെലക്റ്റീവ് ആയിരിക്കണം എന്നെപ്പോഴും പറയും. കാരണം നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ അവരുടെ അടുത്ത് പ്രൊട്ടക്റ്റീവ് ആവും എന്നൊരു വിശ്വാസം നമ്മളുണ്ടാകണം. കാരണം നമ്മൾക്ക് ഒരുപാട് പേരുമായിട്ട് കണക്ഷൻ കാണും. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരുടെ കൂടെയും എങ്കും അത്രയും വിശ്വസിച്ച് പോകാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവരിലുള്ള ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പ്രൊട്ടക്റ്റീവ് ആയിരിക്കും എന്നൊരു ഉറപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ടൂറ് അല്ലെങ്കിൽ കറങ്ങാൻ പോവുക ഇത് മാത്രമല്ല നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. നമുക്കൊരാവശ്യം വന്നാലും അല്ലെങ്കിൽ എന്തൊരു സാഹചര്യം മോശാവസ്ഥ വന്നാലും അത് മനസ്സിലാക്കാനും അതിന് നമ്മളെ കഴിയുന്ന കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്ത് പോകാനും ഒക്കെ സാധിക്കണം. അപ്പോഴാണ് എപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൂടുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇവരുള്ളതുകൊണ്ടാണ് ഞാൻ പല സ്ഥലങ്ങളും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകാൻ പറ്റിയത്. കാരണം നമ്മൾ വേറെ ആരുടെയും കൂടെ ഇപ്പോൾ ഈവൻ ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിൽ പോലും എന്നെ ടൂർ വിട്ടിട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വഴിയിൽ എല്ലാവരും പോകുമ്പോൾ ഞാനും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അർച്ചനയും, ഞങ്ങളെ 2 പേരെയും വീട്ടിൽ നിന്ന് വിട്ടില്ല. ഞാനിങ്ങനെ കരയുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. അന്ന് ഞാൻ ഭയങ്കര അപ്സെറ്റായിരുന്നു. പക്ഷേ ഇന്നത്തെ പിള്ളേരെ പോലെ ടൂറിന് വിട്ടില്ല എന്ന് പറഞ്ഞ് ചാവാനൊന്നും പോകത്തൊന്നുമില്ല. അന്ന് അങ്ങനെയില്ല. കാരണം എനിക്ക് ഓൾറെഡി ഈ തണുപ്പ് പിടിക്കത്തില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശ്വാസം മുട്ടലൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിടാതിരുന്നത്. പിന്നെ +1 +2 ആയപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു സൂപ്പർ സാറുണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ വളരെ നല്ല ബിഹേവിയറും പെരുമാറ്റവും കാരണം നമ്മൾ ടൂറ് വേണ്ടെന്ന് വെക്കേണ്ട ഒരു സാഹചര്യം വന്നു. സാറും കുട്ടികളുമായിട്ടുള്ള ഒരു ആത്മബന്ധം കൂടിയത് കൊണ്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ടൂർ വേണ്ടാന്ന് വെക്കേണ്ട വന്നത്. അപ്പോൾ അങ്ങനെ +1 +2 കൊളായി. പിന്നെ ആകെ നമ്മൾ കോളേജിൽ വെച്ചിട്ടാണ് പോയത് കേട്ടോ. അത് നല്ലൊരു ഓർമ്മ തന്നെയായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ പോലും എനിക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റിയത് ഇവരുടെ കൂടെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ്. സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പല വഴിയിലോട്ട് പോയി കേട്ടോ. കോളേജ്, ജോബ്, അങ്ങനെ പലരും പല സ്ഥലത്തായിരുന്നു. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ എബ്രോഡ് പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് ആളിങ്ങനെ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കൂടിയാലോ, എനിക്ക് എല്ലാവരെയും ഒന്ന് മീറ്റ് ചെയ്യണമെന്നുണ്ട്, ഒരു സ്റ്റേക്കേഷൻ പോലെ പ്ലാൻ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ അത്രയും നാൾ നമ്മൾ എവിടെയെങ്കിലും പോയാൽ വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വരും, അങ്ങനെ ഒരു സമ്പ്രദായമായിരുന്നു. അപ്പോൾ എല്ലാവരും ഓക്കെ സപ്പോർട്ട് ചെയ്തു. അതിനിടയ്ക്ക് എല്ലാ ഗ്രൂപ്പിലും ഉടക്കുന്ന ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, അങ്ങനെ ഒരാളായിരുന്നു ഞാൻ. അപ്പം ഞാനും ശ്രുതി എന്ന് പറഞ്ഞിട്ടുള്ള ശ്രുതിമോളും കൂടെ ഞങ്ങൾ 2 പേരും കൂടെ കുറച്ച് മടുപ്പൊക്കെ പറഞ്ഞു കേട്ടോ. കാരണം നമ്മൾ സ്റ്റേക്കേഷനൊക്കെ പോവല്ലേ, അതുമല്ല എന്തോ ഒരു ടെൻഷൻ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിടത്തില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ഭയം.
അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു ഇല്ല നമുക്ക് നോക്കാം ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെ സപ്പോർട്ടോടും കൂടെ കൂടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു. സത്യം പറഞ്ഞാൽ വീട്ടിലൊക്കെ പറയാൻ ഭയങ്കര ടെൻഷനായിരുന്നു. എന്നിട്ട് നമ്മൾ കണ്ടീഷൻ വെച്ചു, നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ എവിടെയെങ്കിലും അടുത്ത് പോകണം, അല്ലാണ്ട് ദൂരോട്ടൊന്നും വേണ്ട, കോട്ടയം ജില്ല വിട്ട് പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ച സ്ഥലമാണ് പാലാ ഹമ്മിങ് ട്രീസ്. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണുന്നത് കേട്ടോ. ഇത് ശരിക്കും ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു റീല് പോലെ ഇങ്ങനെ കണ്ടാണ്, അങ്ങനെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. ഇവിടെ 1 ഡേയ്ക്ക് 14,000 ആയിരുന്നു വീക്ക് ഡേയ്സിൽ, വീക്കെൻഡിലാണെങ്കിൽ 16,000. നമ്മൾ ശരിക്കും അന്ന് ഒരു വീക്കെൻഡ് ആണ് പ്ലാൻ ചെയ്ത് പോയത്, അതുകൊണ്ട് 16,000 ആയിരുന്നു കേട്ടോ. പക്ഷേ ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. നമ്മൾ അത്രയും ക്യാഷ് കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അതുപോലെ എൻജോയ് ചെയ്തു. അവിടുത്തെ കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. അതിൽ ഏറ്റവും കൂടുതൽ എക്സ്പോഷേഴ്സ് അനുഭവിച്ചത് ഞാൻ തന്നെയാണ്. കാരണം എൻ്റെ ബർത്ത്ഡേ November 3 ആണ്. October 28, 26 ആ ഒരു ഡേറ്റിലാണ് നമ്മളിവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ നേരത്തെ തന്നെ എനിക്ക് സർപ്രൈസായിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും അറിഞ്ഞിട്ടില്ല. എനിക്കൊരു എന്താ പറയുക, നമുക്കൊരു സംശയം പോലും തോന്നാനുള്ള അവസരം തന്നില്ല കേട്ടോ. വളരെ സർപ്രൈസ്ഡ് ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് ഇമോഷണലായി എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പം അവിടുത്തെ ഫുള്ളൊരു അറ്റ്മോസ്ഫിയറും അവിടെ കുറച്ച് ഗെയിം കളിക്കാനുള്ള സ്പോട്ടുണ്ട്, പൂള് മാത്രം മതി, നമ്മുടെ നല്ലൊരു ദിവസം ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ മാത്രം ഉള്ളതുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. നല്ലൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ അവിടെ നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിച്ച് പൊളിച്ച് തിമിർത്തു എന്ന് വേണേൽ പറയാം. അന്ന് പോയില്ലായിരുന്നെങ്കിൽ അത് ഭയങ്കര നഷ്ടമായേനെ. പക്ഷേ എല്ലാവരും അന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ലൈഫിൽ 24 hours ഉറങ്ങാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ട്. അന്നത്തെ രാത്രി 24 hours ഒരു പോളെ കണ്ണുപോലും അടച്ചിട്ടില്ല. കാരണം നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരുമിച്ച് ആദ്യമായിട്ട് കൂടിയപ്പോൾ ഒരുപാട് കഥകൾ, അത്രയും നാളത്തെ മെമ്മറീസ്, അത്രയും നാളത്തെ എക്സ്പീരിയൻസസ്, പഠിച്ചത്, വളർന്നത്, അതുപോലെ ജോലി, അങ്ങനെ കുറേ അനുഭവങ്ങൾ എല്ലാവർക്കും പങ്കുവയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് കുറേ റീൽസൊക്കെ എടുത്ത് കുറേ ഗെയിമൊക്കെ കളിച്ച് ഒരുമിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. എല്ലാം കഴിഞ്ഞ് വന്നപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉറങ്ങാനുള്ള സമയം കിട്ടിയില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മൾ മാക്സിമം എൻജോയ്. യാത്രയ്ക്ക് ശേഷം വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് പിരിഞ്ഞെങ്കിലും ഉടനെ തന്നെ വീണ്ടും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും നമ്മുടെ കഥാനായകൻ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അടുത്ത പ്ലാനിങ്ങും സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഇത്തവണ ജില്ല വിട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി നമ്മളൊന്ന് പോയിട്ട് വിശ്വാസമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഓക്കെ ആയല്ലോ. അപ്പം നമ്മൾ അങ്ങനെ വാഗമണിലോട്ട് പോയി കേട്ടോ. അവിടെ ഓൾറെഡി ഒരു സ്റ്റേക്കേഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ഗ്രൗണ്ട്, അത്യാവശ്യം നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട്, അവിടെ ക്രിക്കറ്റ് കളിക്കുകയാണ് കേട്ടോ. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഈ സമയത്ത് നമ്മൾ പറയുന്ന കോമഡീസൊക്കെയാണ് ഏറ്റവും മിച്ചം. നമ്മൾ ഒരുപാട് പഴയതൊന്നും അല്ല നമ്മൾ, എന്നാലും കുഞ്ഞിലല്ലേ ക്രിക്കറ്റൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പണ്ടിങ്ങനെ ക്രിക്കറ്റ് കളിച്ച ഓർമ്മ എനിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് നല്ല സൂപ്പറായിട്ട് നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ നമ്മൾ ചെന്ന പാടെ റൂമൊക്കെ ഒന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് ഒന്ന് ഫ്രഷപ്പായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ആദ്യം നമ്മൾ പോയത് ക്രിക്കറ്റ് കളിക്കാനാണ് കേട്ടോ. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കളിക്കുന്നത്. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി, നല്ല രസമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വലിയതായിട്ട് നമുക്ക് കളിക്കാനൊന്നും അറിയത്തില്ല, പണ്ടങ്ങാണ്ട് കളിച്ച ഓർമ്മയുള്ളൂ. എന്നാലും അത് വെച്ചിട്ട് നമ്മൾ തട്ടിമുട്ടിയൊക്കെ കളിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളികളൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ, എന്തൊക്കെയോ മണ്ടത്തരോ ഇതിനിടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഇതൊക്കെയല്ലേ ഒരു ഫണ്ണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ ചെറിയൊരു പൊടിമഴ കുറേ സമയം കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ പൂളി ചാടി കേട്ടോ. കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പൂളി ചാടിയത്. പൂള് പിന്നെ നമുക്ക് ഭയങ്കര വൈബാണ് സത്യം പറഞ്ഞാൽ. അതിനകത്ത് നമ്മൾ ഇറങ്ങിയിട്ട് കുറേ ഗെയിംസൊക്കെ കളിക്കും. ബലൂണല്ല, വലിയ ബോളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. ഓരോ ഗെയിംസൊക്കെ അവിടെ നിന്നുകൊണ്ട് തന്നെ കളിക്കാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു. പക്ഷേ ഇതിന് മുന്നേ നമ്മൾ പോയ സ്ഥലത്തും ഈ സ്റ്റേക്കേഷൻ പൂളുള്ള ഒരു സെറ്റപ്പായിരുന്നു. പക്ഷേ അവിടെ ഹമ്മിങ് ട്രീസിലാണ് ആദ്യം ഞങ്ങൾ പോകുന്നത്. പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ വലിയ പാലായിലല്ലേ കോട്ടയത്ത്, വലിയ തണുപ്പുള്ളൊരു സ്ഥലമല്ലായിരുന്നുകൊണ്ട് അത്രയ്ക്ക് കുഴപ്പമില്ലായിരുന്നു. എത്ര മണിക്കൂർ വേണമെങ്കിലും അതിനകത്ത് കിടക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ഓൾറെഡി സന്ധ്യയൊക്കെ കഴിഞ്ഞ സമയത്ത് മഞ്ഞൊക്കെ വീഴുമല്ലോ. അത് കഴിഞ്ഞ് കുറേ സമയം പാട്ടിട്ട് നമ്മൾ വൈബ് അടിച്ചു കേട്ടോ. ഡാൻസൊക്കെ കളിച്ചു, ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ പിറ്റേ ദിവസത്തെ മോർണിംഗ് കാഴ്ചകളാണ് ഇതൊക്കെ. ഒരുമാതിരി നേരം വെളുത്ത് വന്നപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി. നമ്മൾ താമസിച്ച റിസോർട്ടിൻ്റെ മുകളിൽ തന്നെ ഇതുപോലൊരു പ്ലേസ് ഉണ്ടായിരുന്നേ.
രാവിലത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും പിന്നെ ചെറിയൊരു തണുപ്പും ഒക്കെ കാരണം നമുക്ക് നന്നായിട്ട് അവിടെ എൻജോയ് ചെയ്ത് ഒരുപാട് നേരം സംസാരിച്ച് കുറച്ച് സമയം നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് റീൽസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. എന്താ പറയുക, ആകെ മൊത്തം നമ്മൾ ഫ്രഷ് ആയൊരു ഫീലായിരുന്നു. തലേ ദിവസത്തെ കഴിഞ്ഞിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു രാവിലത്തെ ആ കുറേ മൊമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഓരോ യാത്രകളും ഓരോ എക്സ്പീരിയൻസസ് ആണ്. ഇപ്പോൾ ഞാനിവിടെ ഈ സമയത്ത് ഇത് പോസ്റ്റ് ചെയ്യാൻ തന്നെ കാരണം നമ്മൾ അടുത്ത ട്രിപ്പ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ എനിക്കിതെല്ലാം ഡ്രാഫ്റ്റ് ക്ലിയർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. എന്നും ഇതൊരു മെമ്മറി ആയിട്ട് ഇവിടെ തന്നെ കിടക്കണം. നമ്മുടെ ഗാലറിയൊക്കെ ഫുള്ളായി കഴിഞ്ഞാൽ ഇനിയുള്ള മെമ്മറീസ് കിട്ടത്തില്ലല്ലോ, അതുകൊണ്ടാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഇങ്ങനത്തെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചു പോന്നു. തിരിച്ചു വന്ന വഴിയാണെ പോയതിനെ കഴിഞ്ഞും അടിപൊളിയായിരുന്നു. ഇതെനിക്ക് തോന്നി ഏലപ്പാറ റോഡ് വഴിയാണ് തിരിച്ചിറങ്ങി വന്നത്. ഭയങ്കര സൂപ്പറായിരുന്നു, നല്ല രസമായിരുന്നു. ഈ വരുന്ന വഴി കഞ്ഞിയൊക്കെ കുടിച്ചു കേട്ടോ, ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. സത്യം പറഞ്ഞാൽ ലാസ്റ്റ് നമ്മളെല്ലാവരും കൂടെ പല വഴിയിലോട്ട് തിരിയുന്ന സമയത്ത് ഒരു ചായയൊക്കെ കുടിക്കാൻ കയറി കേട്ടോ. ആ സമയത്ത് പോലും അത്രയും നേരം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണ് ഓൾറെഡി ചായക്കടയിൽ വന്നത്. എന്നിട്ട് പോലും അവിടെ എത്ര നേരം മണിക്കൂർ നിന്ന് സംസാരിച്ചിട്ടാണ് പൊൻകുന്നത്തു നിന്ന് എല്ലാവരും പല വഴിയെ പോയത്. അത്രയ്ക്കും നമ്മൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് മിസ് ചെയ്യും. അല്ലെങ്കിൽ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഇനിയും പറഞ്ഞു തീരാത്ത അത്രയും കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സൗഹൃദങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതോടൊപ്പം എൻ്റെ ഗാങ്ങിനെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ഇതിൽ ഫസ്റ്റ് നിൽക്കുന്ന ആളാണ് ഗൾഫിലുള്ള അബി. സെക്കൻഡ് നിൽക്കുന്നത് വിഷ്ണു, തേർഡ് നിൽക്കുന്നത് ഹരി, ഫോർത്ത് നിൽക്കുന്നത് ആൻസപ്പൻ, ഫിഫ്ത്ത് നിൽക്കുന്നത് അജുമാഷ് ശരിക്കും ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ച ആളല്ല, അസാപ്പിൻ്റെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓഫീസ് സ്റ്റാഫായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കൂടെ എങ്ങനെയൊക്കെയോ വന്നതാണ്. പിന്നെ താഴെ ഇങ്ങേ അറ്റത്തിരിക്കുന്നത് ശ്രുതി മോള്, അതിൻ്റെ ഇപ്പുറം ആഷിനെ ആൻസപ്പിനെ നമ്മൾ ഈ വാഗമൺ ട്രിപ്പിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് കേട്ടോ. 2 പേർക്കും എത്താൻ പറ്റിയില്ല. ആഷി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ബ്ലാക്ക് ടീഷർട്ട് ഇരിക്കുന്ന ആളാണ് ഗോപു. അതിൻ്റെ ഇപ്പുറം ഇരിക്കുന്നത് ഞാൻ തന്നെ. അതിൻ്റെ ഇപ്പുറം ഇരിക്കുന്നത് നമ്മുടെ ശ്രീ എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഗ്യാങ്. പിന്നെ മേളിൽ നടുക്കായിട്ട് നിൽക്കുന്ന ഹരിയും ഗോപുവും ബ്രദേഴ്സാണ്, കസിൻ ബ്രദേഴ്സാണ് കേട്ടോ. ആളും പക്ഷേ അസാപ്പിൽ തന്നെ വേറൊരു സെൻറ്ററിൽ പഠിച്ചതാണ്. നമ്മളെല്ലാവരും അസാപ്പിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ബന്ധം തന്നെയാണ്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ശരി, പിന്നെ കാണാം. അയ്യോ, ഒരു കാര്യം വിട്ടുപോയി കേട്ടോ. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് വിടുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്. അവരോട് ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം ഇത് നമ്മൾ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളും കൂടെ കാരണമാണ്. നിങ്ങൾ സന്തോഷത്തോടു കൂടി നമ്മൾ പറഞ്ഞു വിടുന്നതുകൊണ്ടാണ് നമുക്കങ്ങനെ പോകാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നത് കൊണ്ട് ഒരുപാട് താങ്ക്സ്. ഇനിയും വിടണം കേട്ടോ. അപ്പോൾ ശരി, ബൈ.